മഹാഗുരുശരണം. ഇന്ന് 2025 മെയ് 5 തിങ്കളാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഇന്ന് ഡിവൈൻ എക്സ്പീരിയൻസ് ഇൻ ഹോം ആൻഡ് ലൈഫ് അത് ഇടാമെന്നാണ് വിചാരിച്ചത്. അതോടൊപ്പം തന്നെ കുട്ടുവിൻ്റെ ഒരു മെസ്സേജ് കൂടി പാസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാര്യം കുറച്ച് പേര് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് കുട്ടുവിൻ്റെ അച്ഛൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ചിലരെ അദ്ദേഹം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മെസ്സേജ് കിട്ടിയ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് കുട്ടു ഇൻഫർമേഷൻ കൊടുത്ത ആൾക്കാരെ അദ്ദേഹം കോണ്ടാക്ട് ചെയ്തതായിട്ടാണ് അറിവ്. അപ്പോൾ ദയവ് ചെയ്തൊരു കാര്യം മനസ്സിലാക്കുക, കുട്ടുവിൻ്റെ സോളുണ്ടോ ഇതാണോ എന്ന് പരീക്ഷിക്കാനായിട്ട് ആരും ദയവ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യരുത്. അത് ഭയങ്കരമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സുനിലേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി, അവരുടെ ഇളയമാൻ, അവരുടെ വീട്ടിലെ അടുത്ത ഒരു ബന്ധു, അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരു കുടുംബമാണ്. എങ്കിൽ തന്നെയും അവർക്ക് ഡിവൈൻ സോളായ കുട്ടുവിൽ നിന്ന് കുറേയധികം ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാനിത് പറയുമ്പോൾ എനിക്ക് ജസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സങ്കടങ്ങൾക്കിടയിലും കുട്ടുവിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് ബാക്കിയുള്ളവർക്ക് പാസ് ചെയ്യാനും ഇത് ചെയ്യാനുള്ള സന്മനസ് അവർ കാണിക്കുന്നു. അപ്പോൾ ഒരു കാരണവശാലും കാര്യം അവർ എന്താണ്, നമ്മുടെ ഫിസിക്കൽ ബോഡിയിലാണുള്ളത്, കുട്ടു എന്ന് പറയുന്ന ആസ്ട്രൽ ബോഡിയിലാണുള്ളത്. അപ്പോൾ അവർക്ക് പരിമിതികളുണ്ട്. കുട്ടുവിൽ നിന്ന് മെസ്സേജ് കിട്ടുന്നത് മാത്രമേ അവർക്ക് തരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അവർ പ്രതിവിധികൾ തരാനോ ഒന്നും ഉള്ള ആൾക്കാരല്ല അവർ. അതും കൂടി ഞാൻ പറയുന്നു കേട്ടോ. ഇതെന്നോട് സൂചിപ്പിച്ച കാര്യമല്ല, പക്ഷേ കുട്ടുവിനെ പരീക്ഷിക്കാനായിട്ട് മെസ്സേജ് അയക്കരുത് എന്ന് പറയാൻ കുട്ടു പറഞ്ഞേൽപ്പിച്ചതായിട്ട് എന്നെ സുനിലേട്ടൻ പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇന്നത്തെ വീഡിയോയിൽ അത് പറയണമെന്ന് ഞാൻ വിചാരിച്ചു. കാര്യം സുനിലേട്ടനോട് എന്ത് പറയുന്നു അതേ ഇത് തന്നെ എനിക്കും കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ എൻ്റെ മനസ്സിൻ്റെ തോന്നലാകാം, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുട്ടു എന്നുള്ളത് ഡിവൈൻ സോളാണ്. അതിൻ്റെ പവർ എന്താണെന്ന് അബാക് മീഡിയയിലെ ആ പുസ്തക കവർ പേജ് പ്രകാശന ചടങ്ങിൻ്റെ വീഡിയോ അവർ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കുട്ടുവിനെ പരീക്ഷണാർത്ഥം ആരും ഉപയോഗിക്കരുതെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. എൻ്റെ ക്ലോസ്ഡ് സർക്കിളിലുള്ള ആൾക്കാർ തന്നെ കുട്ടുവിനെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞിട്ട് അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടായി. അത് എൻ്റെ ഒരു അനന്തരവൻ എന്ന് പറയാം, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. അത് മാമൻ്റെ ഇത് കണ്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ എന്തോ ഒരു കാര്യത്തിൽ മനസ്സിൽ വിചാരിച്ചു, അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഇതുണ്ടാക്കി എന്ന് പറഞ്ഞു. പിന്നെ വേറൊന്ന് പറയാം, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇത് എല്ലാം നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നോ അതൊക്കെ നമ്മുടെ കാർമിക്കാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസം ആ ഒരു തലത്തിലുള്ളത് കുട്ടു പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതൊക്കെ അതിൽ നമ്മുടെയും കുറച്ച് നമ്മുടെ ഭാഗത്ത് കുറേയധികം വീഴ്ചകൾ വന്നു കാണും ഇതൊക്കെ വരാനായിട്ട്. പക്ഷേ കുട്ടികളുടെ പഠന കാര്യം, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കുന്നതാണ്. ആ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത സമയത്ത് തീർച്ചയായിട്ടും ആ കുട്ടുവിൻ്റെ ആ ദിവ്യ ആത്മാവിനെ മനസ്സിൽ വിചാരിക്കാം, അത്ഭുതങ്ങൾ സംഭവിക്കും. അതിൽ നിന്ന് ചില മെസ്സേജസ് നിങ്ങൾക്ക് തന്നെ കിട്ടും, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കുട്ടു എന്തോ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ തന്നെ ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വീടുകളിൽ ഇങ്ങനെ ദിവ്യാത്മാക്കളുടെ സാന്നിധ്യം, ഡിവൈൻ പ്രസൻസ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് വീഡിയോ ചെയ്യണമെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഡ്യൂഷൻ. അത് ചെയ്യാനിരിക്കുമ്പോഴാണ് ഈ കുട്ടുവിൻ്റെ കാര്യത്തിലും സുനിലേട്ടൻ എനിക്ക് ഇൻഫർമേഷൻ തരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, കുട്ടുവിൻ്റെ ഇത് കണ്ട കുറേ പേര്, ഇപ്പോൾ നമ്മൾ 3.5 കോടി മലയാളികളുണ്ടല്ലേ, അതിലെ ഒരു 1.5 കോടി ആൾക്കാരെങ്കിലും കുട്ടുവിനെക്കുറിച്ച് അറിഞ്ഞു കാണും. അതിലെ 10 ലക്ഷം പേരെങ്കിലും കുട്ടുവിൻ്റെ സോളുമായിട്ട് അല്പം അടുത്ത് കാണും എന്നെനിക്ക് തോന്നുന്നു. അതിലെ 10-2000 പേര് എൻ്റെ ഇതിലെ വ്യൂവേഴ്സ് ആയിരിക്കും, എൻ്റെ ഈ ചെറിയ ചാനലിലെ വ്യൂവേഴ്സ് ആയിരിക്കും. അത് 2-3 ലക്ഷം പേര് അബാക് മീഡിയ അറിഞ്ഞു കാണും. ഇത് കണ്ട ആൾക്കാർ കുറവായിരിക്കും, വീഡിയോ കണ്ട ആൾക്കാർ 1.5 ലക്ഷം 2 ലക്ഷം ആയിരിക്കും. പക്ഷേ
പറഞ്ഞറിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ആ സോൾ പ്രസൻസ് ഫീലായ കുറേയധികം ആൾക്കാർ കാണും. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരികയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില ഫാമിലിയായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കാൻ ഭാഗ്യം കിട്ടി. അപ്പോൾ അതിൽ കുട്ടികളിൽ സ്പിരിച്വലി കുറേ ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. ആ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ തോന്നലുകളാണെന്ന് പറയാം, എന്തും പറയാം. അപ്പോൾ അതിൽ അവർ ചില സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്, ആരോ അവരുടെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അവർ നാമം ചൊല്ലാനിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലളിതാ സഹസ്രനാമം ദേവീപരമായ സ്തോത്രങ്ങൾ ചൊല്ലാനിരിക്കുമ്പോൾ അവർക്ക് എന്തോ ഒക്കെ കമ്മ്യൂണിക്കേഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റാൾക്കാർ ഇവരെ മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ പവറുള്ള വ്യക്തികളെ ഇപ്പോൾ മറ്റ് പവറുള്ള വ്യക്തികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ആണെങ്കിലും അവരെ ഈ പറഞ്ഞ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ കാര്യം ഇവർക്ക് അവിടെ എന്തോ പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ ചിലരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആ പവർ ഇല്ലാത്തത് ഈ കുട്ടികളിൽ നിന്നും അത് എങ്ങനെയാണ് പലതരത്തിലുണ്ട്. ചിലപ്പോൾ ആ വീട്ടിൽ ചെന്ന് നിൽക്കും, ഇത് ചെയ്യും, ഹഗ് ചെയ്യും, മനസ്സിലായി, ഹഗ് ചെയ്താൽ പവർ ഇതാവും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം സൂക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ തന്നെ എന്നെ വിദേശത്തു നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവരൊരു കാര്യം മിനിഞ്ഞാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ പോലെ ഇങ്ങനെ ഹൈഫൈ സിമ്പിളാണിത് കേട്ടോ. ഹൈഫൈ എന്നുള്ള സിമ്പിളാണ്, അത് ബ്ലെസ്സിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ മക്കൾ പറയുന്നത് ഇത് വൈഫൈ എന്താണ്, ഹൈഫൈ സിമ്പിളാണെന്ന് പറയും. ഞാൻ ആ സിമ്പിൾ യൂസ് ചെയ്യുന്നു. കാര്യം എൻ്റെ ഗുരുക്കന്മാർ അത് യൂസ് ചെയ്യുന്നു, അഷ്റഫ് മാസ്റ്റർ യൂസ് ചെയ്തിരുന്നു, രതീഷ് സായി തിരുമേനിയൊക്കെ യൂസ് ചെയ്തിരുന്നതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടി സങ്കല്പം കൊടുത്തു എന്നുള്ളതാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ചിലർക്ക് ഇങ്ങനെ മാത്രം കൊടുക്കും, തമ്പ് ഓക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വരുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിനുള്ളിൽ അവരെന്താണോ മനസ്സിൽ വിചാരിച്ചത് അതിന് റിസൾട്ട് കിട്ടി. സത്യം പറഞ്ഞാൽ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് അതിൽ ഒരു പങ്കുമില്ല. അവരൊരു കാര്യം എന്നോട് മൊബൈലിൽ പറഞ്ഞു, മെസ്സേജ് അയച്ചു. ഈ സമയത്ത് അവരുടെ ഈശ്വരൻ അത് കേട്ടു. എൻ്റെ ഈശ്വരനോട് ഞാനും ഇത് കേൾക്കുമ്പോൾ, ഈ മെസ്സേജ് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ഉപാസിക്കുന്ന ഈശ്വരനും കേട്ട് ഇവർ തമ്മിൽ കൂടിയിട്ട് എന്തോ ചെയ്തു കൊടുത്താണ്. അതിൽ ഞാനൊരു ഘടകമേ അല്ല, ഞാനൊരു വലിയ ഇതാണെന്ന് സംഭവമാണെന്ന് ദയവ് ചെയ്ത് ആരും വിചാരിക്കരുത്. പല കാര്യങ്ങളും എനിക്കറിയാണ്ട് സംഭവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ കുട്ടിയെ, അപ്പോൾ രക്ഷകർത്താക്കൾ പറഞ്ഞ് ആ കുട്ടീനെ ഒന്ന് ഇത് ചെയ്യാൻ പറ്റുമോ, എറണാകുളത്താണുള്ളത്, ബ്ലസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അപ്പോഴും ഞാൻ യോഗം നോക്കും, ഓക്കെ ചെയ്യണോ വേണ്ടയോ, അപ്പോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഇത് ചെയ്യാം. പെൺകുട്ടിയാണ്, ഞാൻ പുരുഷനാണ്. പെൺകുട്ടിക്ക് 10, 20, 22 വയസ്സേ പ്രായമുള്ളൂ, എനിക്ക് 56 വയസ്സുണ്ട്. എങ്കിലും കാലം കലികാലമാണ്. ഞാൻ എൻ്റെ വൈഫിൻ്റെ നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞ് ആ കുട്ടിയോട് വൈഫിനെ വിളിക്കാൻ പറയും, എന്നിട്ട് വൈഫുള്ള സമയത്ത് വരാൻ പറയും, എന്നിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ആ കുട്ടി വൈഫ് വിളിച്ചു. എൻ്റെ അടുത്ത് ആ കുട്ടിയുടെ നമ്പരില്ല, വൈഫിൻ്റെ അടുത്ത് നമ്പറുണ്ട്. വൈഫിനെ വിളിച്ച് ഇത് ചെയ്തിട്ട് ഇത് വന്നപ്പോൾ തന്നെ വൈഫ് തന്നെ ചോദിച്ചു, എന്തിനാണ് വന്നത്, അറിഞ്ഞിട്ടാണോ വന്നതെന്നൊക്കെ വൈഫ് ചോദിച്ചു. കാര്യം വിശ്വാസത്തിൽ വന്നാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. കാര്യം ഇതിൽ ഇപ്പോൾ അമ്പലത്തിൽ ഒരു പൂജ കഴിച്ചിട്ട് പൂജാരി പ്രസാദം കൊടുക്കുന്ന പോലെയാണ്. അവർ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നടക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉപാസനകളിൽ ഞാൻ ആർജിച്ച ശക്തി വെച്ചിട്ട് തലേ കൈവച്ച് ബ്ലസ് ചെയ്യാനേ പറ്റുള്ളൂ. അതിലൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ കാര്യം ഞാൻ പഠിച്ചത് തേടയിൽ നിന്നാണ്. അത് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതിന് മുമ്പ് സങ്കല്പം കൊടുത്തിരുന്നു, അവരെ കൊണ്ടും ചെയ്യിച്ചിരുന്നു. ഇത് പക്ഷേ ഏകപക്ഷീയമായിട്ട് നമുക്ക് തലേ കൈവച്ചിട്ട് അവരിലേക്ക് അത് ചെയ്യാമെന്നുള്ളത് ഡോക്ടർ അഷ്റഫ് മാസ്റ്ററിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. അതില്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറില്ല. പക്ഷേ ഞാൻ ഇതിന് കണക്ക് പറയില്ല, അതെൻ്റെ ഇതാണ്. സാധാരണ പറയുന്നുണ്ട് കാര്യം, നമ്മളൊരു കാര്യം ഓരോരുത്തരുടെയും കാര്യം നടക്കാത്തതിൻ്റെ തടസ്സം അവരുടെ കാർമിക്കാണ്. അപ്പോൾ ആ കാർമിക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മൂല്യം എന്ന് പറഞ്ഞാൽ പണമാണ്. അപ്പോൾ ആ പണം അഥവാ ഫീസ് ചോദിച്ചു വാങ്ങണമെന്നാണ് പറയാറ്. ഞാൻ ചോദിച്ചു വാങ്ങാറില്ല, യഥാശക്തി തരാൻ പറയും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വിദേശത്തുള്ളൊരു വ്യക്തിനെ ഇന്നലത്തെ മെഡിറ്റേഷനിൽ എനിക്ക് വിളിക്കണമെന്ന് തോന്നി. ഞാൻ മെസ്സേജ് അയച്ചു, ഇന്ന് താങ്കളെ വീഡിയോ കോൾ ചെയ്യണം എന്നെനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 1 മാസം മുമ്പ് 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ശരിയെന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞ്, സാറേ ക്ഷമിക്കണം, സാറിന് ദക്ഷിണ അയക്കാൻ പറ്റിയില്ല, എൻ്റെ അക്കൗണ്ട് എന്തോ ഒരു പ്രോബ്ലം ആണ് സാർ, അതിനല്ല വിളിച്ചതെന്നറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ദക്ഷിണയുടെ കാര്യമൊന്നും നോക്കാറില്ല. ചിലപ്പോൾ ഗൂഗിൾ വല്ലപ്പോഴും നോക്കുമ്പോൾ കാണുമ്പോൾ അതിലും ബ്ലെസ്സിങ് സിമ്പിൾ അയക്കും. പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ദക്ഷിണ അയക്കുമ്പോൾ
എനിക്ക് പേഴ്സണലി അയക്ക്. അങ്ങനെയുള്ളവരെ ഞാൻ കഴിയുന്നതും എനിക്ക് നിയോഗം ഉണ്ടെങ്കിൽ ദക്ഷിണ അയച്ചു എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യാറുണ്ട്. വീഡിയോ കോൾ ഞാൻ ചെയ്യാറുണ്ട്, കാര്യം അവരെ നേരിട്ട് കാണാനായി. അതിൽ സാധിക്കുമെങ്കിൽ ബ്ലസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അതിനല്ല. പക്ഷേ യാദൃച്ഛികമായിട്ട് എനിക്ക് അത്ഭുതം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. എനിക്ക് വിളിക്കാൻ തോന്നിയ ദിവസം, ആ ദിവസം ഇന്നലെ രാത്രി കണ്ട 8:30 ഇവിടുത്തെ 9 മണിക്ക് 9:30 വിളിച്ചത്. അപ്പോൾ പറഞ്ഞ് അതിശയായിരിക്കുന്നു സാർ ഇന്ന് വിളിച്ചത് ഞങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. മനസ്സിലായി, അവരും ചില ഉപാസകരൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി ആ ഒരു ഡിവൈൻ കണക്ഷൻ വന്നിട്ട് എന്നിൽ വന്നിട്ട് ഇതിലിരിക്കുമ്പോൾ അവരെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് തോന്നിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിൽ അത് എനിക്ക് ഞാനെന്ന് ഉപയോഗിക്കുമ്പോൾ ഇതൊരു വസ്തുവായതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് ഇതൊരു സംഭവമായത് കൊണ്ടല്ല. ദയവ് ചെയ്താലും ഇത് എഴുത്. ചേച്ചി തന്നെ പറയും ഞാൻ എന്നുള്ള ഇത് കൂടുന്നുണ്ടോ എന്ന് ചേച്ചി പറയും. അങ്ങനെയല്ല, അതിൻ്റെ ഒരു ആ ത്രികോണത്തിൽ ഒരാൾ ഞാൻ ഈ ശരീരം ഉള്ളത് കൊണ്ട് ഞാനെന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലർക്കും ഇൻഡ്യൂഷൻസ് കിട്ടും അല്ലേ, പല സൂചനകൾ കിട്ടും. ഇപ്പോൾ ഇന്നലെ ഒരു വ്യക്തി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സൂചനകൾ കിട്ടുന്നു. അപ്പോൾ ചിലർക്ക് സുഖമില്ലാണ്ട് വരുന്നു, ചിലരുടെ എന്തോ ആകസ്മികമായ സംഭവങ്ങൾ വരുന്നു എന്നൊക്കെ സൂചന കിട്ടുമ്പോൾ അതുപോലെ സംഭവിക്കുന്നു. എന്ത് ചെയ്യണം? ഞാനത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എനിക്ക് മാനസികമാണെന്ന് വിചാരിക്കും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് തന്നെ സംഭവിക്കുന്നു എന്ന് ചിലർ പറയും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റോഡിൽ കൂടി പോകുമ്പോഴൊക്കെ പറയാം അല്ലേ, ഗോസ്ലോ, സ്കൂളുണ്ട്, നോ ഹോൺ, ആശുപത്രിയുണ്ട്, എന്താണ് മറ്റേ വളവ് തിരിയുമ്പോൾ ഇത്രയധികം അപകടങ്ങൾ നടന്ന സ്ഥലമാണ്, വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. അങ്ങനെ പല തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇതുപോലെ ഇൻഫർമേഷൻസ് ആ സ്വീകരിക്കാൻ പ്രാപ്തമായ ആൾക്കാർക്ക് ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈശ്വര ചൈതന്യം, എല്ലാവരും യൂണിവേഴ്സൽ എനർജിയാണ്, മതങ്ങൾക്ക് അതീതമാണെന്നൊക്കെ പറഞ്ഞാലും വിശ്വാസത്തിന് അധിഷ്ഠിതമാണ് എല്ലാ എനർജിയും. അപ്പോൾ നമ്മളുടെ വിശ്വാസങ്ങൾ ചില ദേവതാരൂപ സങ്കല്പങ്ങളാണ്. അപ്പോൾ ആ ദേവതാരൂപ സങ്കല്പങ്ങളായിട്ട് ആരെങ്കിലും പറയുന്നതായിട്ടോ നമ്മുടെ കൂടെ നിൽക്കുന്നതായിട്ടോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത്, ഇപ്പം ഇതിൽ എനിക്ക് ആധികാരികമായിട്ട് പറയാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 2.5 അല്ലെങ്കിൽ 3 വർഷമായിക്കാണ് ഞാൻ മദ്രാസിലേക്ക് പോയി. മദ്രാസിലേക്ക് പോയപ്പോഴത്തേക്ക് 1-2 വീടുകൾ എൻ്റെ തന്നെ ബന്ധുക്കളുടെയാണ്, ആ അകന്ന ബന്ധുക്കളുടെയൊക്കെ വീടുകളിൽ പോയപ്പോൾ ആ 2 വീടുകളിൽ ചില ഇതുപോലത്തെ സാഹചര്യങ്ങൾ കണ്ടു. അവിടെ എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ അവരോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. വെറുതെ സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, 2.5 വർഷത്തിന് മുകളിലായി. അപ്പോൾ എന്തിന് ചെയ്യാനാണെന്നും പറഞ്ഞില്ല, ഇന്നയാൾക്ക് ഇന്ന പ്രശ്നമുള്ളത് കൊണ്ടാണ് ചെയ്യാൻ പറയണതെന്ന് പറഞ്ഞില്ല. കാര്യം പിന്നെ അത് പേടിയാവും. പക്ഷേ അതിൽ അത്ഭുതകരമായിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2 ആൾക്കാരുടെയും ഈ പറഞ്ഞ ടൈമിനുള്ളിൽ 1 മാസത്തിനുള്ളിലോ 2 മാസത്തിനുള്ളിൽ, രണ്ടും ദൂര സ്ഥലങ്ങളിലുള്ള 2 പേരുടെയും വീട്ടിൽ, ഒരാളുടെ വീട്ടിൽ വിളക്ക് കത്തിച്ചത് വിളക്കിൻ്റെ അത് ഇതായിട്ട് പൂജാമുറി കത്തി. വേറെ ആളുടെ ഇതിലെന്താണെന്ന് വെച്ചാൽ അവരുടെ കിച്ചണിൽ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടായി. ഭാഗ്യത്തിന് ആർക്കും ഒന്നും പറ്റിയില്ല. പക്ഷേ അവിടെ എന്തോ സംഭവിക്കേണ്ട ഒരു എനർജി അവിടെ വന്നിട്ട് പോയി. അപ്പം അങ്ങനെ കുറേ നമുക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെ ഇൻഡ്യൂഷൻസ് വരുന്നവർ, ഒന്നാമതെ സാധാരണ ആൾക്കാർക്കാണ് ഇത് വരുന്നവർ അവരോട് പറയുക, നിങ്ങൾ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ എവിടെയാണോ അവരുടെ വിശ്വാസം അനുസരിച്ചുള്ളത് അവിടെ നിന്ന് പോകൂ. വെറുതെ എന്തായിരുന്നു അവർക്ക് പോസിറ്റീവായി തോന്നുന്ന രീതിയിൽ ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറയാനേ എനിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചധികം സൂക്ഷിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ചെറിയത് എന്ന് പറഞ്ഞാൽ കണ്ണിക്കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടുപോയെന്ന് പണ്ടത്തെ ആൾക്കാർ പറയല്ലേ, അതിൻ്റെ ഇതുമായിരുന്നു. എന്തുകൊണ്ട് ഈ സൂചന ലഭിക്കുന്നു എന്ന് വെച്ചാൽ ഈ ആൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഈ രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ലെങ്കിൽ സൂചന ലഭിക്കില്ല കേട്ടോ. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ഇങ്ങനെ സൂചന ലഭിച്ചിട്ട് ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതാക്കണമെങ്കിൽ ഞാൻ വെറുതെ എന്തെങ്കിലും വിളിച്ച് എന്തൊക്കെയാണെന്ന് പലരോടും ചോദിക്കും, എന്ത് ചെയ്യുന്നു ഇതാണെന്ന് പലരോടും, കിട്ടുന്നവരോട്, എല്ലാവരുടെയും എല്ലാം കിട്ടുന്നൊന്നുമില്ല, ഞാൻ പറയാറുണ്ട്. അപ്പോൾ പലർക്കും വീടുകളിൽ, ഇപ്പോൾ കുട്ടികൾക്കെല്ലാം, ഇപ്പോൾ ഇന്നലെ സംസാരിച്ച ഒരു കുട്ടി, അത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു, തേർഡ് ഐ വൈബ്രേറ്റ് ചെയ്യുന്നു, ചില ഇൻഡ്യൂഷൻസ് കിട്ടുന്നു. വേറൊരു കുട്ടിയാണെങ്കിൽ കൂട്ടത്തിൽ ആരോ നിൽക്കുന്നതായിട്ട് സംസാരിക്കുന്നതായിട്ട് തോന്നുന്നു. ഇത് മനോരോഗമാണെന്ന് തോന്നും. അതൊന്നുമല്ല. കാര്യം അവർ പൂർണ്ണമായിട്ടും മാനസികമായിട്ട് സ്ട്രോങ് ആണ്. പക്ഷേ അവർക്ക് ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ അവർക്ക് കാണാനുള്ള ഒരു 6th സെൻസ് ഉണ്ടാകും. അതാണ്. പക്ഷേ അതിനൊരു
നമ്മളൊരു നിയന്ത്രണവും ഏർപ്പെടുത്തണം. നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ലൗകികവും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ മുഴുകണം. അല്ലെങ്കിൽ നമ്മൾ സർവസംഗ പരിത്യാഗിയാവും. എല്ലാം വിട്ടിട്ട് ആനന്ദമയ കോശത്തിലേക്ക് പോകും. നമ്മൾ ഇതൊക്കെ ആയിട്ട് മായ, ഈ കാണുന്നതൊക്കെ മായയാണെന്നും യാഥാർത്ഥ്യമാണ് ഞാൻ അനുഭവിക്കുന്നതെന്നും എന്നോട് ഈശ്വരൻ നേരിട്ട് സംവദിക്കുന്നുണ്ടെന്നും എനിക്ക് കുറേയധികം ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റാത്തത് കേൾക്കാൻ പറ്റാത്തതൊക്കെ എനിക്ക് അനുഭവിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ സർവസംഗ പരിത്യാഗിയായിട്ട് പരിവ്രാജത്തിലേക്ക് പോകും, സന്യാസത്തിലേക്ക് പോകും. അത് വരാൻ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല ആൾക്കാരോടും പറയാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാറുണ്ട്, സ്ത്രീകൾക്ക് 365 ദിവസത്തിൽ 465 ദിവസവും വ്രതമായിരിക്കും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വ്രതം എന്ന് പറയുന്ന സ്ത്രീകളുടെ സാമീപ്യമാണ്. അപ്പോൾ ഞാൻ പലരോടും പറയാറുണ്ട്, ഇത് ഫാമിലി ലൈഫിൽ പ്രശ്നമാകരുത്. ഒരു ഉപദേശ രൂപേണ പറയാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. മോക്ഷം എന്നുള്ള കാര്യത്തിന് ധർമാടിസ്ഥാനത്തിലുള്ള അർത്ഥവും ധർമാടിസ്ഥാനമുള്ള കാമവും ഉണ്ട്. അപ്പം അത് ഇല്ലാണ്ട് മോക്ഷം എന്ന് പറഞ്ഞത് കിട്ടുകയില്ല. നിങ്ങൾ ഉപാസനകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുകയില്ല എന്ന് പലരോടും പറയുന്നുണ്ട്. ഇതിലും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പം കുട്ടികളിലും നമുക്ക് എന്തൊക്കെ സ്പിരിച്വൽ പവർ ഉണ്ടോ അത് നമ്മുടെ ഭൗതികം, ധാർമ്മികമായിട്ടുള്ള ഭൗതികം, നമുക്ക് നന്നാകാനും നാടിന് നന്നാകാനും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും നന്നാകാനുമായിട്ട് അത് ഉപയോഗിക്കാൻ പഠിക്കുക. ഇപ്പോൾ പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യുന്നവരെ ഞാൻ അവർക്ക് എനിക്കറിയുന്ന ഞാൻ ഉപദേശം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഉപദേശമല്ല, ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ ഗുരുക്കന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഒരു കാര്യം സത്യമാണ്, കുറേയധികം ആൾക്കാരെ യൂണിവേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദൈവം എന്ന് പറയുന്ന ശക്തി, അത് പരാശക്തിയാകാം, പരബ്രഹ്മമാകാം, ശിവനാകാം, വിഷ്ണു ആകാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ചുള്ള ദേവതകളാകാം, ഇല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ ആകാം. സെലക്ട് ചെയ്തിട്ടുണ്ട് കുറേയധികം നന്മകൾ ഈ ഭൂമിയിൽ വരുത്താനായിട്ട്. അതുകൊണ്ടാണ് ഇത്രയധികം പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിലും കുറേയധികം പോസിറ്റീവ് കാര്യങ്ങളാകുന്നത് ഇങ്ങനത്തെ കുറേ പുണ്യാത്മാക്കളെ ഈ പ്രപഞ്ചം ജന്മം നൽകിയിട്ടുണ്ട്. അവരിലൂടെ ഈ സമൂഹത്തിൽ പരിവർത്തനം വരുത്താൻ പ്രപഞ്ചം ശ്രമിക്കുന്നു. അതിൽ നമ്മൾ ഓരോരുത്തരും ഓരോ കണ്ണിയാണ്. നമ്മളാലാകുന്ന സേവനം ചെയ്യുക. പക്ഷേ അതിന് മീഡിയം പണമാകരുത്. പണത്തിന് വേണ്ടി മാത്രമായിരിക്കരുത് ചെയ്യേണ്ടത്. അത് മാത്രം ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജീവിക്കാൻ പണം വേണം. കാർമ്മികം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അതിൻ്റെ മാധ്യമം എന്ന് പറയുന്ന പണമാണ്. പക്ഷേ ആ പണം യഥാശക്തി ആയിരിക്കണം. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. എനിക്ക് കിട്ടിയ ഉപദേശം അതാണ്. എൻ്റെ ഗുരു തന്നതും അല്ലെങ്കിലും എനിക്ക് ഇൻഡ്യൂഷനായിട്ട് കിട്ടുന്നത്, നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പണം ഒരു മാധ്യമമാകരുത്. അവർ തരുന്നുണ്ടോ തരട്ടെ, തന്നില്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പലരും ദക്ഷിണ പോലും അയച്ചവരുടെ കാര്യങ്ങൾ പോലും ചിലരുടെ ഒന്നും ഞാൻ അറിയാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇനിയും അങ്ങനെയുണ്ട്. സാറ് വിളിക്കുന്നു വിചാരിച്ചാണ്, ഇനി ബ്ലസ് ചെയ്യുമെന്ന് വിചാരിച്ചാണ് ദക്ഷിണ അയച്ചെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. എനിക്ക് നിയോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് വിളിക്കും കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്ന. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ ആ പുണ്യം എൻ്റെ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, നമ്മളെല്ലാം ഒരു കുടുംബമാണ്. നമ്മുടെ എല്ലാം കുടുംബാംഗങ്ങൾക്കും ദീർഘ ആയുസ്, പൂർണ്ണ ആരോഗ്യം, നല്ല സന്താനം, മക്കളും കൊച്ചുമക്കളും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കാനായിട്ട്, അതുപോലെ മനസ്സിലെ പോസിറ്റീവായ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട്, ധാർമ്മികമായ പ്രവൃത്തിയിലൂടെ ധനധാന്യ സമൃദ്ധി ഉണ്ടാകാനായിട്ട്, അതുപോലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അഥവാ അവരെ ആഗ്രഹിക്കുന്ന സംരംഭങ്ങളിലോ അവരേർപ്പെട്ട് അവർക്ക് നല്ല വരുമാന മാർഗം ഉണ്ടാകാനും, അതോടൊപ്പം തന്നെ ഓരോ കുലത്തിൻ്റെയും സംസ്കാരം അനുസരിച്ചുള്ള ജീവിത പങ്കാളി ലഭിക്കുവാനായിട്ടും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ് ആകട്ടെ ജോലിയാകട്ടെ അതിൽ ഉത്തരോത്തരം വരുമാന വർധനം ഉണ്ടാകാനും, എല്ലാവരുടെയും ജീവിതത്തിൽ സദാസർവദാ ഈ ദേവതകളുടെ പ്രൊട്ടക്ഷൻ കിട്ടാൻ, അത് വീട്ടിലാകട്ടെ ജോലിസ്ഥലത്താകട്ടെ യാത്രകളിലാകട്ടെ കുട്ടികളുടെ പഠനാവശ്യത്തിനുള്ള താമസ സ്ഥലത്താകട്ടെ പഠിക്കുന്ന സ്ഥലത്താകട്ടെ പഠനാവശ്യത്തിനുള്ള യാത്രകളിലാകട്ടെ അവരുടെക്ക് പൂർണ്ണ സുരക്ഷിതത്വം ലഭിക്കാനും, അതുപോലെ എല്ലാവരുടെയും കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, പിതൃക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിലും സദാസർവദാ സർവത്ര മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ നടക്കാനും, പോസിറ്റീവായ അനുഭവങ്ങൾ റിട്ടേൺ കിട്ടുവാനും, എല്ലാവരുടെയും എല്ലാ പ്രവൃത്തിക്കും നൂറുമേനി വിളവ് ഈ പ്രപഞ്ചത്തിൽ നിന്ന്, ദേവതകളിൽ നിന്ന്, പരാശക്തിയിൽ നിന്ന് ലഭിക്കുവാനായിട്ട് എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.